ക്ഷേത്രമുറ്റത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതാണ് ഇവിടെയുള്ള മറ്റ് ഭാരവാഹികളായിരുന്നവർക്ക് അപമാനമായിട്ട് തോന്നിയത്. ആ അപമാനത്തിനെതിരെ ഈ നാട്ടിലെ ഏതാണ്ട് 2 കര ഏതാണ്ട് 9ഓളം വാർഡുകൾ ചേർന്നെടുക്കുന്ന ഭക്തജനങ്ങൾ ചേർന്നെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് 27 അംഗങ്ങളും അവർ ഒരു വോട്ട് പോലും കുറവില്ലാതെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിൻ്റെ ആഘോഷം ഇവിടെ നടക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധകാലത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം സംബന്ധിച്ച് പറയപ്പെടുന്നത് ഈ മുതുവിലാക്കാട് എന്നുള്ള പേര് കിട്ടാൻ കാരണം പറയപ്പെടുന്നതും ഈ സ്ത്രീ അരിവാൾ കൊണ്ട് മുതുകിൽ അറുത്തപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ മുതുകിൽ ഒരു പാടുണ്ടായി. അതാണ് കാലാന്തരത്തിൽ മുതുവിലാക്കാടായി മാറിയത് എന്നാണ് ഐതിഹ്യം. മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ തിരുവോണ നാളിൽ ഇവിടെ അത്തപ്പൂക്കളം ഇട്ടത് പറഞ്ഞ് വലിയ ഒരു പ്രശ്നമുണ്ടായ ഒരു മഹാക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ 27 അംഗങ്ങളും ഈ ക്ഷേത്ര വിശ്വാസികളും ഹിന്ദുമത വിശ്വാസികളും ക്ഷേത്രം ആരാധിക്കുന്നവരും ഭക്തജനങ്ങളായിട്ടുള്ളവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഒരു മഹാ അത്ഭുതമാണ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇരുന്നവർ ഈ ക്ഷേത്രത്തിലെ അത്തപ്പൂക്കളം ഇട്ടതും അത്തപ്പൂക്കളം ഇടുന്നതിനകത്ത് പേരെഴുതിയ ചൊല്ലി ഇവിടെ തർക്കമുണ്ടാവുകയും അത് മറ്റൊരു പ്രശ്നമാക്കി മാറ്റുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ ലോകമെങ്ങും യുദ്ധമുണ്ടാകുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും സമാധാനക്കേടും ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യയിൽ നമ്മുടെ ജനങ്ങളെ നോക്കി, വിശ്വാസികൾ ആരാന്ന് നോക്കി, ജാതി നോക്കി അവരെ വെടിവെച്ച് കൊന്നതിന് മറുപടിയായിട്ട് ഭാരതം കൊടുത്ത മറുപടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ അഭിമാനമാകുന്ന ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാകുന്ന ആ പേര് ഈ തിരുവോണ നാളിൽ ഈ ക്ഷേത്രമുറ്റത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതാണ് ഇവിടെയുള്ള മറ്റ് ഭാരവാഹികളായിരുന്നവർക്ക് അപമാനമായിട്ട് തോന്നിയത്. ആ അപമാനത്തിനെതിരെ ഈ നാട്ടിലെ ഏതാണ്ട് 2 കര ഏതാണ്ട് 9ഓളം വാർഡുകൾ ചേർന്നെടുക്കുന്ന ഭക്തജനങ്ങൾ ചേർന്നെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് 27 അംഗങ്ങളും അവർ ഒരു വോട്ട് പോലും കുറവില്ലാതെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിൻ്റെ ആഘോഷം ഇവിടെ നടക്കുകയാണ്. എന്തായാലും ക്ഷേത്രങ്ങൾ ഈ അമ്പലങ്ങൾ നമ്മുടെ ഹിന്ദുമത വിശ്വാസമുള്ളവരും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരും ക്ഷേത്ര വിശ്വാസികളുമായിരിക്കണം ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനും ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾക്ക് വേണ്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് അവരുടെ വിശ്വാസം നടപ്പിലാക്കാൻ വേണ്ടുന്നവരായിരിക്കണം സെക്രട്ടറിയും പ്രസിഡന്റും ഭരണസമിതികളും ആകേണ്ടവർ. അത്തരത്തിൽ എന്തായാലും ഭഗവാൻ തന്നെ തിരഞ്ഞെടുത്ത രീതിയിലാണ് തിരുവോണ നാളിൽ ഓപ്പറേഷൻ സിന്ദൂർ അപമാനമായിട്ട് തോന്നിയവരൊക്കെല്ലാം അവരെയെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ഓടിച്ചു വിട്ടിരിക്കുകയാണ്. ഈ 2 കരയിലും 9 വാർഡായിട്ടുള്ള ആ ജനങ്ങൾ ഭക്തജനങ്ങൾ വന്ന് ക്ഷേത്രം ആരാണോ ഭരിക്കേണ്ടത് ക്ഷേത്രത്തിലെ വിശ്വാസികളായിട്ടുള്ളവരെ തിരഞ്ഞെടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ അവർ ഈ ക്ഷേത്രയിലെ കരകളിലെല്ലാം പോയി ഇന്ന് അവർ അത് അറിയിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. വിശ്വാസമില്ലാതെ ഈശ്വര വിശ്വാസമില്ലാത്തവർ ഭരണസമിതികളിൽ കയറിയിരുന്നവരെല്ലാം തൂത്തെറിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ മുതുവിലക്കാട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഒരു ക്ഷേത്രത്തിൻ്റെ മാനേജർ എന്ന നിലയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? മുതുവിലക്കാട് ക്ഷേത്രത്തിന് പഴമക്കാർ പറയുന്നതനുസരിച്ച് കുരുക്ഷേത്ര യുദ്ധകാലത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം സംബന്ധിച്ച് പറയപ്പെടുന്നത് ഈ മുതുവിലാക്കാട് പ്രദേശം ഈ ക്ഷേത്രം നിൽക്കുന്ന ഭാഗം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ കാട്ടിൽ പുല്ലറക്കുന്നതിന് വേണ്ടി ഈ പള്ളത്തുശ്ശേരിൽ കുടുംബാംഗമായ ഒരു സ്ത്രീ ഈ പുല്ലറക്കുന്നതിന് വേണ്ടി വരികയും പുല്ലറുത്ത് അരിവാളിൻ്റെ മൂർച്ച പോയപ്പോൾ കരിങ്കല്ല് എന്ന് കരുതി ഒരു കരിങ്കല്ലിൽ ഈ വാളിന് മൂർച്ച കൂട്ടി. ആ മൂർച്ച കൂട്ടിയ കരിങ്കല്ല് എന്ന് പറയുന്ന ഒരു വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹത്തിൽ നിന്ന് ചോര വിടുകയും പെട്ടെന്ന് ഈ സ്ത്രീ ബോധരഹിതയാവുകയും ചെയ്തു. പെട്ടെന്ന് നാട്ടുകാർ ഓടിക്കൂടുകയും പിന്നെ ഈ സ്ത്രീയുടെ മുഖത്ത് വെള്ളം തളിച്ച് സ്ത്രീക്ക് ബോധം വീണപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഇതൊരു വിഗ്രഹമാണെന്നും അങ്ങനെ ആ വിഗ്രഹം എടുത്ത് കർമ്മങ്ങൾ നടത്തി ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ മുതുവിലാക്കാട് എന്നുള്ള പേര് കിട്ടാൻ കാരണം പറയപ്പെടുന്നതും ഈ സ്ത്രീ അരിവാൾ കൊണ്ട് മുതുകിൽ അറുത്തപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ മുതുകിൽ ഒരു പാടുണ്ടായി. അതാണ് കാലാന്തരത്തിൽ മുതുവിലാക്കാടായി മാറിയത് എന്നാണ് ഐതിഹ്യം. മുതുകിലെ പാടാണ് മുതുവിലാക്കാടായി
ഈ പിന്നെ എല്ലാവരും വിളിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ വൃദ്ധപ്പനശക്കാട്ടിലെ ദേവ എന്ന് വെച്ചാൽ അതാണ് ഈ വൃദ്ധപ്പനശം മുതുവില. അത് മനസ്സിലായില്ലേ? വൃദ്ധപ്പനശക്കാട്ടിലെ ദേവ എന്നുള്ള ആ ഒരു പാട്ടും ഇതിനോട് കൂടി ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് മുതുവിലാക്കാട് ഉണ്ടായത്.